ഒരാഴ്ചത്തേക്ക് മുത്തച്ഛൻ വിളിപ്പിച്ചതിനാൽ നാട്ടിൽ പോയ ഞാൻ മടങ്ങി അവൾക്ക് അരികിലേക്ക് ഓടിയെത്തിയപ്പോഴാ അവനെ അവൾക്കൊപ്പം അന്ന് ആദ്യമായി ഞാൻ കണ്ടത്. വൈകിട്ടെന്നും ഞങ്ങൾ കാണുന്നിടത്ത് അവൾക്കൊപ്പം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നവൻ 25 വയസ്സ് തോന്നിക്കുന്ന സുമുഖനായ ഒരു പയ്യൻ. ചൈത്രയുടെ ചിത്തിയുടെ അടുത്ത ബന്ധു അരവിന്ദായിരുന്നു അത്. തിരുപ്പൂരിൽ കച്ചവടമായിരുന്നു അരവിന്ദന്. ഞാൻ ആ നാട്ടിൽ വന്ന സമയത്തോ ചൈത്രയുമായി അടുത്ത സമയത്തോ ഒന്നും അയാളെ ഞാൻ കണ്ടില്ല. അയാൾ അപ്പോഴെല്ലാം തിരുപ്പൂരായിരുന്നു. ആദ്യമൊന്നും എനിക്ക് അവനോട് അങ്ങനെ ഒരു ഇഷ്ടക്കേടൊന്നും തോന്നിയില്ല. പക്ഷേ അവൻ കൂടെയുള്ള സമയങ്ങളിൽ ചൈത്രയ്ക്ക് വന്ന മാറ്റം അതെന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്തു. ഒഴിവു സമയങ്ങളിലെല്ലാം ഒരു നിമിഷം പോലും പാഴാക്കാതെ എനിക്കരികിലേക്ക് ഓടി വരുന്നവൾ പിന്നെ അവൻ വന്നതിന് ശേഷം ഓരോ ഒഴിവുകൾ പറഞ്ഞ് അവനൊപ്പം പോകാൻ തുടങ്ങി. ചോദിക്കുമ്പോഴെല്ലാം കച്ചവടമുണ്ടെന്നും പൂ ഡെലിവറി ചെയ്യാൻ പോവുകയാണെന്നും ഒക്കെ പറയും പെണ്ണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവളിൽ മാത്രം ഒതുങ്ങിയ എനിക്ക് അതെല്ലാം വല്ലാത്തൊരു ഇറിറ്റേഷനായി. എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു അത്. അങ്ങനെ ഒരു ദിവസം ഡി ജീപ്പ് സഡൻ ബ്രേക്കിട്ട് നിർത്തി അനി അലറിയതും ചൈത്രയും അടുത്ത് നിൽക്കുന്ന അരവിന്ദനും ഒന്നിച്ചു ഞെട്ടിപ്പോയി. ഇതാണോടി നിന്റെ പൂ കച്ചവടം? ഇവന്റെ ഒപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കാനാണോ നീ എന്നോട് കള്ളം പറഞ്ഞേ? അവൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്ന് ചൈത്രയുടെ കയ്യിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ദേഷ്യത്തിൽ അനി ചോദിച്ചു. ഞാൻ ആരുടെ കൂടെ വേണമെങ്കിലും സംസാരിക്കുകയോ പോകുകയോ ചെയ്യും. അതിന് സാറിനെന്താ? അവന്റെ പിടിയിൽ ഒന്നിലഞ്ഞു പോയവൾ ഒന്ന് പതറിയെങ്കിലും അടുത്ത നിമിഷം കൈ കുടഞ്ഞ് അവന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അവനോട് ദേഷ്യത്തിൽ തിരിച്ചു ചോദിച്ചു ചൈത്ര. എന്താ നീ വിളിച്ചേ? സാറെന്നോ? ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ വരെ ഞാൻ നിനക്ക് അനിയേട്ടനായിരുന്നല്ലോ. ഇപ്പൊ എന്താ വിളിയിൽ വരെ മാറ്റം? അവൻ ചോദിച്ചത് കേട്ട ചൈത്ര അവനിൽ നിന്നൊന്ന് മുഖം വെട്ടിച്ചു. അവളുടെ മൗനം അവനെ കൂടുതൽ ദേഷ്യത്തിലാക്കി. പറയടി, എന്നോട് കള്ളം പറഞ്ഞ് ഇവനൊപ്പം പോകാനും മാത്രം ഇവൻ ആരാ നിന്റെ? അത് പറയാൻ ഞാനും സാറും തമ്മിൽ എന്താ ബന്ധം? എൻ്റെ ആരാ സാർ? കുറച്ചുനാൾ ഒന്നിച്ചിടപെട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ സാറിനോട് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, മംഗളത്ത് ഫാക്ടറിയുടെ പുതിയ മാനേജറാണ് നിങ്ങളെന്ന് എന്നോട് കള്ളം പറഞ്ഞില്ലേ? അതോ മംഗളത്ത് പ്ലാന്റേഷന്റെ ഉടമയല്ലേ നിങ്ങൾ? അതെന്നോട് മറച്ചു വെച്ചതോ? അതെന്തിനായിരുന്നു? കത്തുന്ന കണ്ണുകളോടെ ദേഷ്യത്തിൽ അവൾ ചോദിച്ചതും ഒരു നിമിഷത്തേക്ക് മറുപടിയില്ലാതെ നിന്നുപോയി അനി. ശരിയാണ് അവൾ ചോദിക്കുന്നത്. കള്ളം ഞാനും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത്രയും ദേഷ്യത്തിൽ അവളെ ആദ്യം കാണുകയാണ് അവൻ. ചൈത്ര, അത് ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ചതാ. വേണ്ട, ഒന്നും പറയണ്ട. അവൾ പറഞ്ഞു മുഴുവിക്കും മുന്നേ ചൈത്ര കൈപൊക്കി അവനെ തടഞ്ഞു. എന്നെപ്പോലെ പഠിപ്പും വിവരവുമില്ലാത്ത പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ കാണുമ്പോൾ നിങ്ങളെപ്പോലെ പണമുള്ളവരുടെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞു പോകാനല്ലേ? അതിനല്ലേ ഞാനുമായി സാർ അടുത്തത്? വിറയ്ക്കുന്ന മുഖത്തോടെ അവൾ പറഞ്ഞു തീർന്നതും അടുത്ത നിമിഷം അനിയുടെ വലം കൈ ചൈത്രയുടെ കവിളിൽ പതിഞ്ഞു. എന്ത് വർത്താനാടി പറഞ്ഞ്? വിറയ്ക്കുന്ന വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അനി അലറിക്കൊണ്ട് അവൾക്ക് നേരെ വീണ്ടും ചെന്നതും സാർ പ്ലീസ് ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് അരവിന്ദ് ചൈത്രയെ താങ്ങി പിടിച്ചുകൊണ്ട് അനിക്ക് മുന്നിലേക്ക് നിന്നു. മാറി നിൽക്കടാ. അരവിന്ദനെ കുത്തിനു പിടിച്ച് ശക്തിയിൽ അനി തള്ളിയതും അവൻ നിലത്തേക്ക് തെറിച്ചു വീണു. അവിടെ കിടന്ന കല്ലിൽ ചെന്ന് തലയിടിച്ച് അവന്റെ നെറ്റിയൊന്ന് പൊട്ടി. അവൻ തല പൊത്തിപ്പിടിച്ച് ഏങ്ങിയതും അയ്യോ അരവിന്ദേട്ടാ. അരവിന്ദ് വീഴുന്ന കണ്ട ചൈത്ര അവനിലേക്ക് ഓടാനാഞ്ഞതും നിക്കടി അവിടെ. അനി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തന്റെ മുന്നിലേക്ക് നിർത്തി. എനിക്കിപ്പോ അറിയണം, ഇവനാണോ ഞാനാണോ നിനക്ക് വലുതെന്ന്? ഇത്രയും നാളും ഞാൻ നിന്നോട് ഇടപെട്ട് നിന്റെ ശരീരം സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയണം. അതിനപ്പുറം ഞാൻ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ പ്രണയിച്ചിരുന്നില്ലേ എന്ന് എനിക്കറിയണം. പറ. അവസാന വാക്കുകൾ പറയുമ്പോൾ അവൻ അലറുകയായിരുന്നു. കണ്ണെല്ലാം ചുവന്നു, മുഖമെല്ലാം വലിഞ്ഞു മുറുകി വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു അവൻ. ഒരു നിമിഷം അവന്റെ ആ ഭാവം അവളെ തളർത്തി. അവളൊന്ന് നിശബ്ദയായി. എന്നിട്ട്, ഇല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങളെ എനിക്ക് ഒരു വിശ്വാസവുമില്ല. ഞാൻ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ അരവിന്ദേട്ടനെ. അവന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ വീറോടെ അവൾ പറഞ്ഞതും ഞെട്ടലോടെ അനി അവളെ നോക്കി. അവളുടെ കയ്യിൽ മുറുകിയ അവന്റെ പിടുത്തമയഞ്ഞു. ആ സമയം അവൾ ഓടി നിലത്ത് കിടന്ന അരവിന്ദനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവന്റെ നെറ്റി പൊട്ടി ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോ നീ എന്നെ സ്നേഹിച്ചിട്ടില്ല അല്ലേടി? എനിക്ക് വേണ്ടത് നിന്റെ ശരീരമാണ് അല്ലേ? നീ എന്നെ വിശ്വസിച്ചിട്ടില്ല അല്ലേ? നിറഞ്ഞ ചുവന്ന കണ്ണുകളിൽ ഈറനൊപ്പം ദേഷ്യത്തിൽ അവളെ നോക്കി പറയുമ്പോൾ വാക്കുകൾ ഇടറിപ്പോയിരുന്നു അവന്റെ. ചൈത്ര ഒന്നും പറഞ്ഞാതെ കുനിഞ്ഞ മുഖവുമായി അവിടെ നിന്നു. അവളെ തന്നെ നോക്കിക്കൊണ്ട് അവന്റെ കാലുകൾ പുറകിലേക്ക് ചലിച്ചു. നിറഞ്ഞ മിഴികളെ പുറം കൈയാൽ അമർത്തി തുടച്ച് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. എല്ലാം അവിടം കൊണ്ട് അവസാനിപ്പിക്കാനാ തീരുമാനിച്ചേ. അവളുടെ വാക്കുകൾ തന്ന വേദന അതെന്നെ വല്ലാണ്ടാക്കി. കുടിച്ചു ഞാൻ, ലക്ക് കെട്ട് ബോധമില്ലാതെ കുടിച്ചു. എന്നിട്ടൊന്നും എനിക്ക് അടങ്ങിയില്ല. എന്നെ വിശ്വാസമില്ലെന്ന് അവൾ പറഞ്ഞതും ആ അരവിന്ദനെയാണ് അവൾ സ്നേഹിക്കുന്നതും എന്നൊക്കെ പറഞ്ഞത് വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോഴാ ഞാൻ അതും കൂടി വാങ്ങിച്ചേ.
കാര്യസ്ഥന്റെ പക്കൽ നിന്ന് ഞാൻ വാങ്ങിപ്പിച്ചതാ അത്. അവിടെ ലോക്കലായി ആരിൽ നിന്നോ വാങ്ങിയ സാധനം. അത് വലിച്ചു കയറ്റുമ്പോഴെങ്കിലും അവളുടെ ഓർമ്മകൾ എന്നിൽ നിന്ന് പോകുമെന്ന് ഓർത്തു. പക്ഷെ എന്തിനായിരുന്നു അന്ന് ആർത്തുലച്ച് മഴ പെയ്ത ആ രാത്രി അവൾ എന്നെ തേടി എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നേ? അത് പറഞ്ഞതും നില തെറ്റിയതുപോലെ തലയ്ക്ക് കൈകൊടുത്ത് വിതുമ്പിപ്പോയിരുന്നു അനി. അവനിൽ നിന്ന് അടുത്തതായി എന്താണ് കേൾക്കാൻ പോകുന്നതെന്ന് മനസ്സിലായ ശിവയുടെയും നെഞ്ചിടറി. കാലുകൾ ബലം നഷ്ടപ്പെട്ട പോലെ നിൽക്കുന്നതിന് പുറകിലായുള്ള തൂണിലേക്ക് ചാരി നിലത്തേക്ക് ഊർന്നു വീണുപോയി അവൾ. അത് കണ്ടതും വൈഭവ് പെട്ടെന്ന് ശിവയ്ക്കരികിലേക്ക് കുതിച്ചു അവളുടെ അടുത്തെത്തിയെങ്കിലും എന്നാൽ അവളെ ഒന്ന് പിടിക്കാനോ ആശ്വസിപ്പിക്കാനോ അവന്റെ കൈകൾക്ക് പെട്ടെന്നൊരു നിസ്സംഗത വന്നുപോയി. അവളുടെ വാക്കുകൾ ഉള്ളിലേക്ക് തുറച്ചു കയറിക്കൊണ്ടേയിരുന്നു. കയ്യിലെ ബോട്ടിലുള്ള അവസാന തുള്ളി മദ്യവും വായിലേക്ക് കമഴ്ത്തിയിട്ട് ആ കുപ്പി വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. മുനിയപ്പാ, മുനിയപ്പാ! അനി അലറിയത് കേട്ടതും ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കാര്യസ്ഥൻ അവന് മുന്നിലേക്ക് ചെന്നു നിന്നു. സാധനം തീർന്നുപോയി. എനിക്ക് ഇനിയും വേണം. പോയി വാങ്ങിച്ചിട്ട് വാ. മതിയാക്കി കൂടെ കുഞ്ഞെ? ഇപ്പോൾ തന്നെ ഒരുപാടായില്ലേ? ഇതൊക്കെ ചീത്തയാ മോനെ, മതിയാക്ക്. താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞത് താൻ ചെയ്താൽ മതി, പോ. കുഴിഞ്ഞ ശബ്ദത്തിൽ അവൻ അയാൾക്ക് നേരെ അലറിയതും പിന്നെ പറയാനൊന്നും നിൽക്കാതെ മുനിയപ്പൻ പതിയെ തിരിഞ്ഞു നടന്നു. ഒരു കുടയും എടുത്തുകൊണ്ട് ആ മഴയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അയാൾ. കുറച്ചു കഴിഞ്ഞത് നിലയ്ക്കുറക്കാത്ത കാലുകളുമായി അവൻ എഴുന്നേറ്റു. ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ലെന്ന്. എനിക്ക് വേണ്ടത് അവളുടെ ശരീരമാണെന്ന്. കൊള്ളാം. മുന്നിൽ കാണുന്ന കണ്ണാടിയിലേക്ക് തന്റെ പ്രതിബിംബത്തെ നോക്കി പുച്ഛത്തോടെ പുലമ്പി. പെട്ടെന്നാണ് ആ കണ്ണാടിയിൽ തനിക്ക് പിറകിലായി നിൽക്കുന്ന ചൈത്രയെ കണ്ടത്. വിടർന്ന കണ്ണുകളോടെ ഞെട്ടലോടെ അനി തിരിഞ്ഞു നോക്കിയതും കണ്ടു നനഞ്ഞു കുതിർന്നു തനിക്ക് മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അനിയേട്ടാ! വിറയ്ക്കുന്ന ചുണ്ടുകളാലെ അവൾ അവനെ വിളിച്ചു. ആഹാ, ഇതാരാ ഈ വന്നേ? ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നീ ഇങ്ങോട്ട് വന്നല്ലോ. കൊള്ളാം. കുഴഞ്ഞു പോകുന്ന നാക്കുകൊണ്ട് അവളെ നോക്കി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു അനി. ഏട്ടാ, ഞാൻ വന്നത് ഏട്ടൻ തിരിച്ചു പോവുകയാണെന്ന് അറിഞ്ഞ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ. ഷ്, മിണ്ടരുത് നീ. നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞില്ലേടി. ഇനി എൻ്റെ ഊഴ. ഇവിടെ നീ ശബ്ദിക്കരുത്. അവൾക്ക് നേരെ ചൂണ്ടുവിരൽ തൊടുത്ത് കത്തുന്ന കണ്ണുകളോടെ അവൻ പറഞ്ഞതും ചൈത്ര ഒന്ന് ഞെട്ടി. മുന്നിൽ നിൽക്കുന്നവന്റെ ഭാവം അവളിൽ പേടിയുളവാക്കി. നീ പറഞ്ഞത് ശരിയാ. പോകുക ഞാൻ നാളെ. പക്ഷേ പോകും മുന്നേ നിന്നെ ഒന്ന് കാണാൻ തന്നെ ഇരിക്കുമായിരുന്നു. അവൾക്കടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്ന് അനി പറഞ്ഞതും ചൈത്ര ഒരടി പിറകോട്ട് പോയി. അവനിൽ നിന്ന് വമ്പിക്കുന്ന മദ്യത്തിൻ്റെയും ഒക്കെ ദുർഗന്ധം അവളിൽ അടിച്ചു കയറി. ചൈത്രയുടെ മൂക്കൊന്ന് ചുളിഞ്ഞു. അതേസമയം അവളെ തൊട്ടില്ല എന്ന പോലെ നിന്ന അനിയുടെ കണ്ണുകൾ നനഞ്ഞ് ഒട്ടിക്കിടക്കുന്ന ചൈത്രയുടെ ശരീരത്തിലായിരുന്നു. വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പെണ്ണിന്റെ മുഖവും വിറയ്ക്കുന്ന ചെഞ്ചുണ്ടുകളിൽ നിന്ന് തുടങ്ങി ദിശ തെറ്റിക്കിടക്കുന്ന അവളുടെ മാറിലെ ധാവണി ഷോളിലേക്കും അവന്റെ കണ്ണുകൾ ഓടി. ഉള്ളിൽ കിടക്കുന്ന ലഹരിയും ആ പെണ്ണിനുള്ള പ്രണയവും എല്ലാം അവന്റെ സിരകളെ ചൂടുപിടിപ്പിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അരവിന്ദേട്ടൻ. അവന്റെ നോട്ടത്തിൽ പകച്ചുപോയവൾ വാക്കുകൾ വെക്കി പറഞ്ഞു വരവേ അരവിന്ദ് എന്ന പേര് അവളിൽ നിന്ന് കേൾക്കെ അവന്റെ സകല നിയന്ത്രണവും പോയി. നിർത്തടി. ഒറ്റ അലർച്ചയായിരുന്നു അനി. അരവിന്ദനെ നിനക്ക് കെട്ടണമല്ലേ? ഇല്ലേടി. നിന്നെ സ്നേഹിച്ചത് ഞാനാ. നിന്നെ ആഗ്രഹിച്ചത് ഞാനാ. അപ്പോൾ എന്നെ മാറ്റി വേറൊരുത്തനും നിന്നെ ഞാൻ കൊടുക്കില്ലടി. നിന്നെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്കറിയാം. പറഞ്ഞു തീരുകയും ആ പെണ്ണിനെ ഇരുകൈകൾ കൊണ്ട് കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു അനി. വിടേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. വിറങ്ങലിച്ചു പോയ ചൈത്ര അവന്റെ കൈകളിൽ കിടന്ന് അലറി. നീ എന്റെയാ ചൈത്ര, എന്റെ മാത്രം. വേറെ ആർക്കും വിട്ടുകൊടുക്കില്ലടി ഞാൻ. അവളെ ബെഡിലേക്ക് കിടത്തി. പുറത്ത് കോരിച്ചൊഴിയുന്ന മഴ പേമാരി പോലെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ആ പെണ്ണിന്റെ കരച്ചിൽ ആ മഴയുടെ ശബ്ദത്തിൽ പതിഞ്ഞു പോയിരുന്നു. അവൾ എന്നെ തടഞ്ഞെന്നോ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെന്നോ ഒന്നും ആ രാത്രിയിൽ ഞാൻ അറിഞ്ഞില്ല മോളെ. അവളെ ഒരിക്കലും നഷ്ടമാകരുത് എന്ന ചിന്ത എന്നെ ക്രൂരനാക്കിയത്. അതാ ഞാൻ അന്നെൻ്റെ പെണ്ണിനോട് അങ്ങനെ ചെയ്തതായിരുന്നു. ഒരിക്കലും ചെയ്യരുതായിരുന്നു ആ പാവം. പക്ഷേ പറഞ്ഞു മുഴുവിപ്പിക്കാനാവാതെ വലിയ സ്റ്റെപ്പിലിരുന്ന് ഇരു കൈകൾ കൊണ്ടും തലയ്ക്കടിച്ച് പൊട്ടിക്കരഞ്ഞു അനി. വൈഭവിൻ്റെയും സിദ്ധുവിൻ്റെയും കണ്ണുകളെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് ബോധം വന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഞാൻ എൻ്റെ പെണ്ണിനോട് ചെയ്ത ക്രൂരത. എൻ്റെ അരികിൽ അപ്പോൾ അവളില്ലായിരുന്നു. അവളെ കണ്ട് ചെയ്തു പോയ ആ പാപത്തിന് മാപ്പ് ചോദിക്കാനായി അപ്പോൾ തന്നെ ഞാൻ പോയത് അവളുടെ വീട്ടിലേക്ക്. പക്ഷേ അന്ന് എനിക്ക് മുന്നിൽ കണ്ടത് വലിയൊരു മണ്ണുകൂമ്പാരമായിരുന്നു. ചെളിയിൽ പതിഞ്ഞുപോയ ഒരു പറ്റം ജീവിതങ്ങൾ. അതിൽ അവളുമുണ്ടെന്ന് വിശ്വസിച്ചു പോയി ഞാൻ. എനിക്ക് മാപ്പ് തരാൻ പോലും നിൽക്കാതെ അവൾ പോയി എന്നോർത്താൻ ഞാൻ. പൊട്ടിക്കരഞ്ഞു അനി. സിദ്ധു ഓടിച്ചെന്നവന്റെ അരികിലിരുന്ന് അവനെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചു. അപ്പോഴെല്ലാം വൈഭവിന്റെ കണ്ണുകൾ തൂണിച്ചാരി നിലത്തിരിക്കുന്നവളിലായിരുന്നു. കണ്ണുകൾ എങ്ങോട്ടോ പായിച്ചു നിശ്ചലമായി ഇരിക്കുകയാണ്.
ഇമകളൊന്ന് അടയുന്നു പോലുമില്ല. ആകെയുള്ള അനക്കം നിർത്താതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ആ ഉണ്ടക്കണ്ണുകൾ മാത്രമാണ്. അവൻ പതിയെ ചെന്നവളുടെ അടുത്തിരുന്നു. ശിവ. അവളുടെ തോളിൽ കൈവച്ചു നേർത്ത ശബ്ദത്തിൽ വിളിച്ചതും ഞെട്ടലോടെ അവൾ അവനെ നോക്കി. ഉണ്ണിയേട്ടാ. അടുത്ത നിമിഷം ഒരു പൊട്ടിക്കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് വീണു ശിവ. അവളുടെ ആ വിളിയിൽ വിറങ്ങലിച്ചു നിന്നുപോയി വൈഭവ്. നെഞ്ചിൽ വീണു പൊട്ടിക്കരയുന്ന പെണ്ണിനെ കാണെ തന്റെ ഉള്ളിൽ എവിടെയോ വിങ്ങൽ കൊള്ളുന്നത് അവൻ അറിഞ്ഞു. അടുത്ത നിമിഷം ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു അവളെ. അവന്റെ പിടുത്തം അറിഞ്ഞതും ശിവ ഒന്നുകൂടി ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി ചേർന്നിരുന്നു. എന്നെ ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോവോ? എനിക്ക് പറ്റുന്നില്ല ഏട്ടാ. അവന്റെ നെഞ്ചിൽ കിടന്നു തന്നെ കരഞ്ഞ് അവൾ പറഞ്ഞതും രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവളെ ചേർത്ത് പിടിച്ച് എഴുന്നേറ്റു വൈഭവ്. ആ സമയം വേറൊന്നും അവനിൽ തോന്നിയില്ല. നെഞ്ചിൽ കിടക്കുന്നവളുടെ കണ്ണീരായിരുന്നു അവൻ കണ്ടേ. അതായിരുന്നു അവനെ വേദനിപ്പിച്ച്. അവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ അവന് തോന്നി. മോളെ ശിവ. അവൾ പോകണമെന്ന് പറഞ്ഞെഴുന്നേറ്റ് കണ്ട അനി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് മുന്നിലായി വന്നു നിന്നു. മോളെ, ഞാൻ പറഞ്ഞല്ലോ അന്ന് സംഭവിച്ചത്. അത് ഏട്ടന്റെ തെറ്റ് തന്നെയാ. അതൊരിക്കലും ഞാൻ ന്യായീകരിക്കില്ല. പക്ഷേ അവളെ സ്വന്തമാക്കാൻ അപ്പോൾ വേറെ വഴി കാണാതെ ബോധമില്ലാതെ ചെയ്തു പോയതാ ഞാൻ. എന്നെ ഒന്ന് വിശ്വസിക്കടാ. എന്നോട് പൊറുക്കടാ. ശിവയുടെ മുന്നിൽ നിന്ന് അവൻ കേണതും ശിവയുടെ നെഞ്ചു പൊള്ളി. മുന്നിൽ നിൽക്കുന്നവനെ തല്ലണോ കൊല്ലണോ എന്ന ബുദ്ധിയും മനസ്സും പോരാടിക്കൊണ്ടേയിരുന്നു. പക്ഷേ തന്റെ ചിത്തു, ആ പാവം പെണ്ണ് അന്ന് ആ ഹോസ്പിറ്റൽ മുറിയിൽ വെച്ച് അലറിക്കരഞ്ഞത് മനസ്സിൽ നിന്നും പോകുന്നില്ല. മോളെ, എനിക്കൊന്ന് അവളെ കണ്ടാൽ മതി. ചെയ്തു പോയ അപരാധത്തിന് ഒരു തവണ ആ കാലിൽ വീണ് ഒന്ന് മാപ്പ് പറഞ്ഞാൽ മതി എനിക്ക്, പ്ലീസ്. അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു നിർത്തിയതും അങ്ങനെ മാപ്പ് പറഞ്ഞാൽ തിരികെ കൊടുക്കാവുന്നതല്ല ഏട്ടാ അന്ന് എൻ്റെ ചിത്തുവിന് നഷ്ടമായത്. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ രാത്രി അവളെ നിങ്ങൾ സ്വന്തമാക്കിയപ്പോൾ തീരാ നോവ് പോലെ നിങ്ങൾ അന്ന് അവൾക്ക് സമ്മാനിച്ചത് ഉള്ളിലൊരു ജീവന്റെ തുടുപ്പായിട്ടാ, അറിയോ? തൻ്റെ മേലുള്ള അനിയുടെ കൈ തട്ടി മാറ്റി ചുവന്നു കലങ്ങിയ നിറകണ്ണുകളോടെ ഒരൊറ്റ അലർച്ചയായിരുന്നു ശിവ. അവളിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് വിറങ്ങലിച്ച് നിന്നുപോയി അനി. 100 കൂരമ്പുകൾ ഒരുമിച്ച് നെഞ്ചിൽ തറഞ്ഞതുപോലെ നിശ്ചലനായി നിന്നു അവൻ. അനി മാത്രമല്ല, ശിവ പറഞ്ഞത് സിദ്ധുവിനും വൈഭവിനും വലിയൊരു ഷോക്കായിരുന്നു. ഇങ്ങനെയൊന്നും നടന്നത് അവർ ആരും പ്രതീക്ഷിച്ചില്ല. എന്താ പറഞ്ഞേ? എൻ്റെ കുഞ്ഞോ? ചലനം നഷ്ടപ്പെട്ട നിറകണ്ണുകൾ വിടർത്തി അനി ചോദിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരാൻ പോലും കഴിയാതെ ഇടറിയിരുന്നു അവൻ്റെ. അതെ, ആ രാത്രിയിൽ നടന്നതിൻ്റെ ബാക്കി പത്രം പോലെ നിങ്ങളാൽ ഗർഭിണിയായി ചിത്തു. പക്ഷേ ആ കുഞ്ഞിന് ഈ ലോകം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. അതിനു മുന്നേ അവളുടെ ഉള്ളിൽ വച്ച് തന്നെ ആ ജീവൻ പോയി. ബാക്കി പൂർത്തിയാക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ് വൈഭവ് അവളെ വീണ്ടും തന്നിലേക്ക് ഒന്നുകൂടി മുറുക്കി ചേർത്തു പിടിച്ചു. ഹൃദയം നിലച്ചു പോയിരുന്നു അനിയുടെ. തെറ്റ് ചെയ്തു, മാപ്പില്ലാത്ത തെറ്റ്. അഹങ്കാരവും സ്വാർത്ഥതയും തലയ്ക്ക് പിടിച്ചപ്പോൾ സ്വന്തം പെണ്ണിനോട് ചെയ്ത ക്രൂരതയ്ക്ക് തൻ്റെ ജീവനെ കൂടി കുരുതി കൊടുത്തു താൻ. പാപമായി അനിരുദ്ധ്, മഹാപാപി. അയ്യോ ദൈവമേ, എൻ്റെ കുഞ്ഞ്. നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് അലറി വിളിച്ചു കരഞ്ഞു അവൻ. നെഞ്ചു പൊട്ടി അത്രയും ഹൃദയം തകർന്ന ഒരു കരച്ചിൽ. അത് കേൾക്കെ ശിവ കണ്ണുകൾ ഇറുക്കി അടച്ച് വൈഭവിന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി മുഖം പൂഴ്ത്തി. തന്റെ ഏട്ടന്റെ കരച്ചിൽ കാതിൽ തുളഞ്ഞു കയറിയ വേദന ചുവന്ന കണ്ണുകളോടെ വൈഭവ് അവളെ പുണർന്നു പിടിച്ചു നിന്നുപോയി, ഒന്ന് ചലിക്കാൻ പോലും ആവാതെ. സേതു അച്ഛ. എന്തോ? ചൈത്ര വിളിക്കുന്നത് കേട്ട സേതു എഴുതിക്കൊണ്ടിരുന്ന തന്റെ ഡയറി ഒന്ന് അടച്ചു വെച്ചു. തല പൊക്കി നോക്കി. മുറിയുടെ വാതിൽപ്പടിയിൽ നിൽക്കുവാണ് അവൾ. ശിവ രാവിലെ വിളിച്ചപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ കണ്ടില്ല. അവളെ വിളിച്ചപ്പോൾ ഫോണിലും കിട്ടുന്നില്ല. സേതു അച്ഛനെ വിളിച്ചിരുന്നു അവൾ? ഏയ് ഇല്ലല്ലോ മോളെ. രാവിലെ സ്ഥിരം കോൾ ഉണ്ടായിരുന്നു, പിന്നെ അവൾ വിളിച്ചില്ല. സേതു പറഞ്ഞതും ചൈത്രയുടെ മുഖം വാടി. അവൾ അപ്പുവിനൊപ്പം കളിക്കുകയോ മറ്റോ ആയിരിക്കും. ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതാ വിളിക്കാഞ്ഞത്. പിന്നെ പുറത്ത് നല്ല മഴയല്ലേ മോളെ, അതാവും ഇന്ന് വരാഞ്ഞത്. മോള് വിഷമിക്കണ്ട. ഇനി വിളിക്കുമ്പോൾ നീ 2 ചീത്ത പറഞ്ഞാൽ മതി. ചിരിയോടെ അയാൾ പറഞ്ഞതും ചൈത്രയും ചെറുതായൊന്ന് ചിരിച്ചെന്ന് വരുത്തി. മോള് പോയി കിടന്നോ? സേതു പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു ചിത്തു. മുറിയിലെത്തി തൻ്റെ ബെഡിലിരുന്നതും അവൾക്കൊരു സമാധാനവും കിട്ടിയില്ല. രാവിലെ മുതൽ തുടങ്ങിയതാണ് ഉള്ളിലീ നീറ്റൽ. എന്തോ വല്ലാത്ത വേദന. തനിക്ക് വേണ്ടപ്പെട്ട ആർക്കോ എന്തോ സംഭവിക്കും പോലൊരു തോന്നൽ. അതാണ് ശിവയെ കാണാൻ തോന്നിയത്. അവൾ വ്യാകുലതയോടെ ഓർത്തുകൊണ്ടിരുന്നതും പുറത്തു പെട്ടെന്നൊരു ഇടിമിന്നലുണ്ടായി. അവൾ ഞെട്ടിപ്പോയി. ഉച്ച തിരിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇതുവരെ ശമിച്ചിട്ടില്ല. ചൈത്ര പതിയെ എഴുന്നേറ്റ് തുറന്നു കിടക്കുന്ന ജനൽവാതിൽ അടയ്ക്കാനായി അതിനടുത്തേക്ക് ചെന്നു നിന്നതും ആർത്ത് പെയ്യുന്ന മഴയുടെ കൂടെ അടിക്കുന്ന ഇടിമിന്നലിന്റെ വെട്ടത്തിൽ പുറത്തു നിൽക്കുന്ന ഒരു രൂപത്തെ കണ്ടു. അനിയേട്ടൻ. ആ കോരിച്ചൊരിയുന്ന മഴയിലും ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ മനസ്സിലായ ചൈത്ര ഞെട്ടലോടെ പറഞ്ഞു.